പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വിനോദയാത്രയ്ക്കെത്തിയ വയോജനങ്ങളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അസഭ്യം പറഞ്ഞ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായതാണ്. കോട്ടയം സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാർക്കാണ് എറണാകുളം ഹിൽ പാലസിൽ വെച്ച് ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടായത്. ഈ വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായിരിക്കുകയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാർക്ക് സൗജന്യമായി തന്നെ പൂർണ്ണമായി സർക്കാർ ചിലവിൽ ഹിൽ പാലസ് സന്ദർശിക്കാനുള്ളൊരു ക്ഷണം കൂടി ലഭിച്ചിരിക്കുകയാണ്. വലിയൊരു സന്തോഷ നിമിഷത്തിലാണ് നിൽക്കുന്നത് അല്ലേ? അതെ അതെ, വലിയൊരു സന്തോഷ നിമിഷത്തിലാണ്. കാരണം ഒരുപാട് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്ന നമ്മുടെ അച്ഛനമ്മമാർക്ക് തിരിച്ചും മുഖ്യമന്ത്രിയുടെ ക്ഷണം അനുസരിച്ച് VIP കളായിട്ട് അവിടെ എത്താൻ പറ്റുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിട്ടും ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അച്ഛനമ്മമാരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് കാരണം ഒത്തിരി ആഗ്രഹിച്ച് പോയിട്ട് കാണാൻ പറ്റാതെ പോകുന്നതല്ലേ, അപ്പം അവർക്കത് കാണാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. അതിന് ഇതുപോലൊരു ക്ഷണം കിട്ടിയത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 26-ാം തീയതിയാണ് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതിന് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാനായിട്ട് ജയിക്ക് ഇപ്പം നമ്മളെ 26-ന് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാൻ നമ്മുടെ ഒപ്പം ജയിക്കും ഉണ്ടാകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളിച്ചിട്ട് നമ്മളോട് ഈ ഒരു സന്തോഷ വാർത്ത ശശി സാറാണ് പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. വാഹന സൗകര്യം അടക്കം സർക്കാർ തന്നെ അറേഞ്ച് ചെയ്ത് തരികയാണ്. അതെ, വാഹന സൗകര്യം 2 ബസ്സാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വാഹന സൗകര്യങ്ങളും പൂർണ്ണ ചെലവുകളും ഏറ്റെടുത്ത് അവിടെ കൊണ്ടുപോയി അവിടെ VIP പാസിൽ നമ്മളെ അവിടെ കയറ്റി കാണിച്ച് തിരിച്ച് ഇവിടം വരെ എത്തുന്ന വരെയുള്ള പൂർണ്ണ ചെലവുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ്. വലിയ സന്തോഷം. കാരണം മക്കളൊക്കെ ഉപേക്ഷിച്ച് വീടുകളിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഇതുപോലുള്ള അച്ഛനമ്മമാർക്ക് ഇതുപോലൊരു ദുരനുഭവം ഉണ്ടാകുകയും അതിൽ ഇത്രയും തന്നെ വേഗം പരിഹാരം കാണാനായിട്ട് മുഖ്യമന്ത്രിക്ക് സാധിക്കുകയും നമ്മളെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്തതിലുള്ള നന്ദിയും സ്നേഹവും ഒക്കെ ഞങ്ങൾ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്നുള്ള നടപടികളാണ് എടുക്കേണ്ടത്. എന്നിരുന്നാലും ഒരു വിഷമം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതുപോലെ, കാരണം ഞങ്ങൾ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നില്ല. അദ്ദേഹം അച്ഛനമ്മമാരോട് മാപ്പ് പറയണം എന്നുള്ളൊരു റിക്വസ്റ്റായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഉണ്ടായ പിഴവിനെ സംബന്ധിച്ചിട്ടാണ് അദ്ദേഹത്തെ ഇപ്പം ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതേ ഈ സന്തോഷത്തിനിടയിലും ഞങ്ങൾക്കൊരു വിഷമം തന്നെയാണ്. എന്താണെങ്കിലും നിങ്ങൾക്ക് വിഷമമാണെന്ന് പറയുമ്പോഴും അത് നിങ്ങളുടെ ഒരു നല്ല മനസ്സ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഈ വാർത്തകൾ വന്ന സമയത്ത് ഇതിൽ വരുന്ന അഭിപ്രായങ്ങൾ, അതായത് അങ്ങനെ ക്ഷമിക്കരുത്, നടപടി എടുക്കേണ്ടവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് പൊതുവെ ജനങ്ങളുടെ അഭിപ്രായമായി ഉയരുന്നത്. ഞങ്ങളുടെ പോസ്റ്റിനടിയിലെ കമൻസിനകത്ത് മുഴുവൻ അങ്ങനെ തന്നെയാണ് ആളുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ഞങ്ങൾ കുറച്ച് മനുഷ്യത്വപരമായിട്ട് നമ്മൾ ഇങ്ങനൊരു സർവീസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു തീരുമാനം വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇനി അതുവഴി അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ആ വിഷയത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനം എടുത്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉചിതമായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ് എടുത്തത്. കാരണം അത് വയോജനങ്ങളോടായതുകൊണ്ടാണ്. എന്താണെങ്കിലും നമുക്ക് പറയാനുള്ളത് 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സൗജന്യമായിട്ട് പ്രവേശനം അനുവദിക്കണമെന്നുള്ളൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. വയോജന കമ്മീഷനെ കണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനൊരു റിക്വസ്റ്റ് കൊടുക്കുന്നതാണ്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം അവിടേക്ക് എത്തിയ സമയത്ത് ആ വിഷയം ഉണ്ടാകുന്നത് നമ്മൾ സൗജന്യമായി പാസ് ചോദിച്ചിട്ടല്ല. അദ്ദേഹം വെറുതെ ആവശ്യമില്ലാതെ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ബസ്സിലിരിക്കുന്ന ആളുകൾക്ക് കൂടി പാസ് എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും. അതെ, കാരണം നമ്മൾ 30 പേർക്ക് കയറി കാണാനുള്ള ആളുകൾക്ക് ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ബസ്സിൻ്റെ പാർക്കിംഗ് ഫീ എടുത്തിട്ട് ബസ്സിനകത്തിരിക്കുന്നവർക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് അദ്ദേഹം വാശി പിടിച്ചപ്പോൾ ഞങ്ങളത് പറ്റത്തില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. പാലസ് കയറി കാണുന്നവർ ടിക്കറ്റ് എടുത്തിട്ട് കണ്ടോട്ടെ, സൗജന്യമായിട്ട് കൊടുക്കണ്ട. ഞങ്ങൾ സൗജന്യം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇങ്ങനൊരു സ്ഥലത്ത് നിന്ന് ചെന്നിട്ട് പോലും ഞങ്ങൾ സൗജന്യം ചോദിച്ചില്ല, ഒരു ഇളവും ചോദിച്ചിട്ടില്ല. ടിക്കറ്റിൽ ഒരു 5 രൂപ പോലും ഇളവ് പോലും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. മൊത്തം ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ വണ്ടിക്കകത്ത് കാണാൻ വരാത്തവർക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതിനെതിരെയാണ് ഞങ്ങൾ പ്രതികരിച്ചത്. എന്താണെങ്കിലും ഈ സ്ഥലത്തെ പഞ്ചായത്ത് അംഗം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. വളരെ വേദനാജനകമായ ഒരു കാര്യം ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പം അതിന് സർക്കാർ വളരെ കാര്യക്ഷമതയോടെ കണ്ടു എന്നുള്ളതാണ് എൻ്റെ കാര്യം. കാരണം എന്ന് വെച്ചാൽ ഈ വയോജനങ്ങൾ ഇത്രയും പ്രായമായ അച്ഛനമ്മമാരെയായിട്ടാണ് പോയത്. അപ്പോൾ അവർ ചെല്ലുമ്പോൾ അവരുടെ ആഗ്രഹമാണ്. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും ഈ പറഞ്ഞ പോലെ പല സാഹചര്യങ്ങൾ കാരണം പുറത്തേക്ക് വന്ന ആൾക്കാർ ഇവിടെ നിഷ മാഡവും എൻ്റെ ഒരു സ്നേഹക്കൂടം എന്ന് പറഞ്ഞാൽ ഒരു ഈ അഭയകേന്ദ്രം ഇത് ചേർത്ത് പിടിക്കുകയും അവരെ വളരെ ഇവിടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അമ്മമാരെയും അച്ഛന്മാരെയും അവരുടെ ആഗ്രഹം ഈ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ മണിച്ചിത്രത്താഴ് സിനിമയുടെ സിനിമയൊക്കെ ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ TV മീഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഷൂട്ട് ചെയ്ത ഈ ഹിൽ
പാലസ് നിന്ന് കാണണം, അത് വളരെ ആഗ്രഹത്തോടെയാണ് ചെയ്യുന്നത്. അവിടെ റീൽസ് എടുക്കണം, ഡാൻസ് കളിക്കുന്ന അമ്മമാരുണ്ട്, അതോടൊപ്പം തന്നെ റീൽസ് ചെയ്യുന്ന അച്ഛന്മാരുണ്ട്. അപ്പോൾ അവർക്ക് അത് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ പോയത്. അതൊന്നും നടക്കാതെ പോകുന്നതിൻ്റെ ഒരു വലിയ സങ്കടം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും അവർക്ക് കയറി കാണാനോ ഒന്നും ചെയ്യാനോ സാധിച്ചില്ല. അത് ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റത്തിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടായ ഒരു കാര്യമാണ്. അതിനെ സർക്കാർ വളരെ സൂക്ഷ്മതയോടെ കാണുകയും അത് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ഒപ്പം തന്നെ 26-ാം തീയതി സർക്കാർ ചെലവിൽ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി കാണിക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് സർക്കാരിനുള്ള എല്ലാവിധ പിന്തുണയും നമുക്ക് ഇവിടുന്ന് തന്നെ തീർച്ചയായിട്ടും മുന്നോട്ടും ഉണ്ടാകും. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് പറയും. നിമിഷമാണ്. എന്താ പറയുക? ഉറപ്പായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം വളരെ സങ്കടത്തോടെയാണ് ഞങ്ങൾ അവിടുത്തെ ഇറങ്ങിപ്പോകുന്നത്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇവരെ ഒരു വീട്ടിൽ നിന്നൊരു അച്ഛനോ ഒരു അമ്മയോ നമ്മൾ എവിടെയെങ്കിലും ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്തൊക്കെ സേഫ്റ്റി നമ്മൾ നോക്കാണ്ട് അതെല്ലാം അതിലുപരിയാണ് ഈ 100 രൂപ വരെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. വളരെ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഞങ്ങളെ ചേർത്ത് പിടിച്ചതിൽ. ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ചെന്നാൽ ഞങ്ങളുടെ ആദ്യത്തെ ആഗ്രഹം സാധിക്കാതെ പോകുന്ന ആ ഉദ്യോഗസ്ഥൻ കാരണം ഞങ്ങൾക്ക് സാധിക്കാതെ വന്നു. ഞങ്ങളുടെ മോള് ഞങ്ങളെ വളരെ താല്പര്യത്തോടു കൂടി കൊണ്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് സാധിക്കാതെ വന്നപ്പോൾ വളരെ നിരാശപ്പെട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങളുടെ പ്രോഗ്രാം അവിടെ അവതരിപ്പിക്കാനും ഒക്കെ കൂടി ഞങ്ങൾ പോയതാണ്. അത് സാധിക്കാതെ വന്നപ്പോൾ കഠിനമായ വേദന ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ അതിലിരട്ടി സന്തോഷം ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോട് ഇങ്ങനെ ഒരു നല്ല രീതി ഞങ്ങളെ ചേർത്ത് പിടിച്ചപ്പം ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അന്ന് വിഷമമുണ്ടെങ്കിലും ഇപ്പം സന്തോഷമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് ഈ ഒരു ഇടപെടലുണ്ടായപ്പം ആർക്കാലും സന്തോഷം വരുമല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയാണ് ഞങ്ങൾ നന്ദി പറയുകയാണ് സ്നേഹക്കൂട്. ഞങ്ങളുടെ ഒരു കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമെടുത്തതിൽ നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെ ജോലിക്ക് പ്രവേശിക്കാൻ പോകുന്നവരോടും കൂടി പറയുകയാണ്, ഇങ്ങനെയുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ ആദ്യം പഠിക്കുക, എന്നിട്ട് ആ ഉദ്യോഗസ്ഥരിൽ ഒന്നിരിക്കുക. പ്രത്യേകിച്ച് വയസ്സായവരെ നല്ല രീതിയിൽ കാണുക, അതേ പറയാം. കഴിഞ്ഞ ദിവസം 100-ലധികം അച്ഛനമ്മമാരുമായി ഈ സ്നേഹക്കൂട് കുടുംബം എറണാകുളം ഹിൽ പാലസിലെത്തിയ സമയത്താണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റമുണ്ടാകുന്നത്, അസഭ്യം പറയുന്ന സാഹചര്യമടക്കമുണ്ടായി. ഈ വിഷയത്തിൽ എന്താണെങ്കിലും സ്നേഹക്കൂട് കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയതാണെന്ന് തന്നെ. ആ വിഷയത്തിൽ അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായി. ഇന്നലെ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് ഔദ്യോഗികമായ ക്ഷണം ലഭിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ അതിഥികളായി പൂർണ്ണ ചിലവുകൾ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് വാഹനമടക്കം അറേഞ്ച് ചെയ്ത് നൽകിക്കൊണ്ടാണ് ഈ വരുന്ന 26-ാം തീയതി ഹിൽ പാലസിലെത്തിക്കുന്നത്. എന്താണെങ്കിലും ഈ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാർ വലിയ സന്തോഷത്തിലാണ്. കോട്ടയത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV. ഞാനിപ്പോ കംപ്ലൈന്റ് എസ്പിക്ക് കംപ്ലൈന്റ് ചെയ്യാം. എസ്പിക്ക് കംപ്ലൈന്റ് ചെയ്യാം. പേര് പറ ഉണ്ടാക്കുന്ന പറയാണോ സംസാരിക്കുന്നത്? ഞങ്ങളൊരു അനാഥാലയത്തിലോ ഞങ്ങളൊരിക്കലും റിയാക്ട് ചെയ്യത്തില്ല. അയാളുടെ സംസാര ഭാഷയാണ് ശരിയല്ലാത്തത്. ഇങ്ങനൊരു സ്ഥാപനത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് അതിന് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് സംസാരത്തിന്, പെരുമാറ്റത്തിന്, അല്ലേ? ഇങ്ങനെ ഒരു ഓഫീസറായിട്ടിരിക്കുന്ന ഒരാൾ സംസാരിക്കാൻ പറ്റുന്ന ഭാഷയാണ് ഇപ്പൊ ഞങ്ങൾ എടുത്തുകൊണ്ട് സംസാരിച്ചത്. ആണോ? ഞങ്ങൾ ഈ സമൂഹത്തിൽ ഇതുപോലെ സേവനം ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഈ പോലീസുകാരുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പ്രതികരിച്ചു പോകും. മനുഷ്യരിനെ നമ്മൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളൊരു അനാഥാലയത്തിന് ആൾക്കാരോട്ട് വന്നിരിക്കുന്നത് മക്കൾ ഉപേക്ഷിച്ച് ആർക്കും വേണ്ടാത്ത അച്ഛനമ്മമാരെ ഹിൽ പാലസ് കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ഞങ്ങളുടെ വിഷമവും വേദനകളും ഞങ്ങളെങ്ങനെ